ഞാൻ ബഷീറിൻ്റെ ഭക്ഷണക്രമത്തെക്കുറിച്ച് സീതി ഹാജി മാത്രമല്ല CH ലീഗുകാർക്കൊരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് സഹനശക്തി മാത്രം പോരാ, ദഹനശക്തി കൂടി വേണം. മറുപടി ഉണ്ടോ? ദഹനശക്തി കൂടി വേണം. മീറ്റിംഗ് ആൻഡ് ഈറ്റിംഗ്. മീറ്റിംഗ് ലീഗ് യോഗങ്ങൾക്ക് ശേഷം ബിരിയാണി പൊട്ടിക്കാനുള്ള സമയം, ദം പൊട്ടിക്കാനുള്ള സമയം, എന്തായാലും അതിന് മുമ്പ് തീരുമാനം വരും. അതൊരു തമാശയായോ അല്ലെങ്കിൽ സീരിയസ് ആയോ ഒക്കെ പറയാറുണ്ട്. അത് ശരിയാണോ? ലീഗ് യോഗങ്ങൾക്ക് ശേഷം നല്ല ബിരിയാണി അങ്ങനെയുണ്ടോ പാണക്കാട്ട്? അത് ഭക്ഷണം കൊടുക്കൽ നല്ലൊരു ആതിഥ്യ മര്യാദയാണ്. വരുന്ന ആൾക്കാർ മീറ്റിംഗ് കഴിഞ്ഞു. മറ്റേ രാവിലെ ചില പാർട്ടി മീറ്റിംഗ് രാവിലെ 10 മണി മുതൽ 1 മണി വരെ, 3 മണി മുതൽ 4 മണി വരെ, പിറ്റേന്ന് 3 ദിവസം 72 മണിക്കൂർ. നമുക്ക് 2 മണിക്കൂർ. കോൺഗ്രസിന് ഞങ്ങൾ പക്ഷേ ചായയും ബിസ്ക്കറ്റും ഉണ്ടാവും. ഞങ്ങൾ 2 മണിക്കൂർ കൊണ്ട് കണ്ട് നല്ല കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഒറ്റയടിക്ക് തീരുമാനമായി നല്ലൊരു ഭക്ഷണം കൊടുത്ത് റാഹത്തായിട്ട് പിരിയാം. ദം പൊട്ടിക്കുമ്പോഴേക്കും തീരുമാനം വരും. അല്ല, അങ്ങനെയാണല്ലോ, അവിടെയാണല്ലോ ഒരു ലീഡർഷിപ്പിന്റെ കപ്പാസിറ്റി. അത് ലീഡർഷിപ്പിന്റെ കപ്പാസിറ്റി കൂടിയാണ്. ഭക്ഷണം കൊടുക്കുക, ആദിത്യ മര്യാദ വളരെ വളരെ പ്രധാനമാണ്. ഓരോരുത്തരായി അബ്ദുൽ ഗഫൂറിലേക്ക് കൂടി പോകണം. ഇതിലെ ജെൻസി കിഡാണെന്ന് പറയുന്നുണ്ട്. ഫുഡിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാ? പുതിയ ജനറേഷൻ ഫുഡാണ്. ജെൻസി സ്പേസ് ഇദ്ദേഹം അപഹരിച്ചു. ഇന്നലെ ജനീഷ് മന്ത്രിയായി വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അപ്പം തന്നെ അതിനുള്ള പണി ഒരുക്കി. അപ്പോൾ അതുകൊണ്ട് ജെൻസിയിൽ നിങ്ങൾ ജനീഷിനെ മാത്രം പെടുത്തണ്ട. ഞാൻ ഇന്നലെ ചർച്ചയിലേക്ക് ഇദ്ദേഹം കടന്നു വന്ന സമയത്ത് വേഷം കണ്ടപ്പോൾ ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞു, വിഷ്ണുചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെന്താ അക്രമമാണെന്ന്. ഒരു മര്യാദയില്ല ഒരാളെ. അല്ല റോജി, ഒരു കാര്യം കൂടി ചേർക്കണമെന്നുണ്ട്. ജനീഷിന്റെ കാര്യത്തിൽ അമ്മ വല്ലാതെ സ്നേഹിച്ച് വളർത്തിയ മകനാണ്. അമ്മയുടെ ഭക്ഷണമാണ് ഏറ്റവും പ്രിയങ്കരമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ? എനിക്ക് തോന്നുന്നു ഞാനൊരു ഇച്ചിരി ഒന്ന് പ്രായത്തിന് ശേഷം ഏറ്റവും കുറച്ച് കഴിച്ചിട്ടുള്ളത് വീട്ടിൽ നിന്നായിരിക്കും. ഏറ്റവും കുറവ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും വീട്ടിൽ നിന്നായിരിക്കും. വേറെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊന്നും ഞാൻ അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കഴിക്കാൻ കഴിയുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷം. എവിടെയെങ്കിലുമൊക്കെ പോയാലും പുറത്തെവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും വീട്ടിലെത്തി കഴിക്കുകയാണെങ്കിൽ അത് ഹാപ്പി. കഴിക്കുമോ? ഇല്ല, രാവിലെ നോൺ കഴിക്കില്ല. രാത്രി എത്ര വൈകിയാലും വീട്ടിൽ പിന്നെ ഒരു ഭക്ഷണം കണക്കാക്കുമല്ലോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ കഴിച്ചിട്ടാണെങ്കിൽ കൂടി വരണമെങ്കിൽ അതിനകത്ത് കുറച്ചെടുത്തെങ്കിലും ചോറ് കഴിക്കും. ഒരു 10 മണിക്ക് തന്നാലും 12 മണിക്ക് തന്നാലും ഇനി അതും കഴിഞ്ഞ് തന്നാലും ഉണ്ടെങ്കിൽ വീട്ടിൽ എത്ര പാതിരാക്കി വീട്ടിലെത്തിയാലും എത്ര പുലർച്ചെ വീട്ടിൽ നിന്ന് പോന്നാലും അമ്മയുടെ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും ഇറങ്ങുക. അതാണ് രീതി, ശീലം. ആ നാടിൻ്റെയും പൊതുശീലം എങ്ങനെയാണെന്ന് തോന്നുന്നു. അവിടെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ പുറത്ത് പോയി ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലമില്ല. പിന്നെ ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ പിന്നെ എല്ലാവരും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളുകളൊക്കെ തന്നെയാണ്. നമ്മളിങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ദൂരയാത്രകളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം പുറത്തുനിന്ന് ആകുന്നതാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് വീട്ടിൽ നല്ല കഴിക്കാറ്, എല്ലാം പുറത്തുനിന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് ഉണ്ടായതിന് ശേഷം തന്നെ ഞാൻ വീട്ടിൽ നിന്ന് വളരെ കുറച്ച് കഴിച്ചിട്ടുണ്ടാവുള്ളൂ. ഈ വയനാട്ടിലേക്ക് മാറിയതിന് ശേഷം കുറച്ചുകൂടെ ഭക്ഷണത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ അവിടെ? കാരണം MLA എന്ന തിരക്കിൽ നേരത്തെ MD പറയുന്നത് MLA ആയതിനു ശേഷമാണ് കൂടുതൽ യാത്രയൊക്കെ ചെയ്യുമ്പോൾ പലയിടത്തും ഭക്ഷണം കഴിക്കേണ്ടോ അല്ലെങ്കിൽ ചായ കുടിക്കേണ്ട സാര്യം. വയനാട്ടിലേക്ക് മാറിയതിന് ശേഷമുള്ള സാര്യം വ്യത്യാസം ഉണ്ടോ? ഞാൻ MLA മാർ അനുഭവിക്കുന്നൊരു പ്രശ്നം പറയാം. ജനപ്രതിനിധികൾ എല്ലാവർക്കും ബാധകമാണ്. നമ്മളെ ഉദ്ഘാടനത്തിന് വിളിക്കും. ആ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ മുഴുവൻ ഒന്നുകിൽ പായസം, അല്ലെങ്കിൽ ലഡു, അല്ലെങ്കിൽ ജിലേബി, അല്ലെങ്കിൽ നല്ല ചായ, നല്ല കട്ടി നല്ല മധുരത്തിൽ ചായ ഇത് കിട്ടും. വീടുകളിൽ പോയാൽ അവർ നമ്മളെ നന്നായി സ്നേഹിക്കും, സ്വാഭാവികമാണ്. അവിടെ നിന്നും ചായ കുടിച്ചില്ലേ പ്രശ്നമാണ്. അപ്പം ഞാനിപ്പം കുറച്ചായിട്ട് ഞാൻ ചായയിലെ മധുരം യൂസ് ചെയ്യാറില്ല. എനിക്ക് ഷുഗറില്ല, BP ഇല്ല, മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ചൂടുവെള്ളം കുറച്ച് കുടിക്കും. വലിയ 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 ശ്രദ്ധയിലേക്ക് വന്ന അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബുദ്ധിമുട്ടായി പോകും.